ധർമ്മടം ബീച്ചിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ധർമ്മടം പാർക്കിലാണുള്ളത്. ബീച്ചും ഒരു പാർക്കും എല്ലാം കൂടി നല്ല അടിപൊളി ഒരു കവാടമാണ്. അപ്പൊ ഇവിടെ ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ്. ഓക്കെ, ഇവിടെയാണ് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും എല്ലാം ഉള്ളത്. ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ്. നല്ല അടിപൊളി, ഇതിൻ്റെ കായലിൻ്റെ ഒരു തീരത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു കായൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. അടിപൊളി ഒരു കവാടാണ്. ഈ വഴിയാണ് നമ്മൾ പോവാനുള്ളത്. ഓക്കെ, നല്ല അടിപൊളി രസമുള്ളൊരു കവാടാണ് കേട്ടോ. വഴിക്ക് നമുക്ക് പോയിട്ട് വരാം. ഇങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ്. നല്ലൊരു അടിപൊളി വൈബും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, കണ്ടോ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നല്ല രസമുള്ള, നമ്മൾ ഇതുവരെ പോയ പാർക്കുകളിലേക്കാളിലൊക്കെ നല്ല അടിപൊളി നല്ലൊരു വൈബാണ്. നല്ല അടിപൊളി മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല രസമാണ്. അപ്പോൾ കാഴ്ചകൾ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ നേരത്തെ കോട്ടക്കുന്ന് പാർക്കിലൊക്കെ പോയ പോലെ തന്നെ, അതുപോലെ തന്നെ മഴ വീടുകൾ എന്നാണ് അവിടെ പറഞ്ഞിരുന്നത്. അതുപോലെ മഴയൊക്കെ വന്നാൽ നമുക്ക് കയറി നിൽക്കാൻ പറ്റുന്ന മനോഹരമായ, അതിനേക്കാൾ നല്ല സൂപ്പർ കാഴ്ചകളാണ് കേട്ടോ. എല്ലാ കാഴ്ചകളും നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്യേണ്ടതുണ്ട്. വിസ്താരമുള്ളൊരു പാർക്ക്. അതോടൊപ്പം തന്നെ കോട്ടക്കുന്ന് നമ്മൾ കണ്ടതിനേക്കാളും അതിനേക്കാളും ഒരു എക്സ്ട്രാ ആയിട്ട് കടലിൻ്റെ തീരത്ത് നല്ല കൂളിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. രസമുള്ള അടിപൊളി വൈബാണ്. എല്ലാ കാഴ്ചകളും കാണുക. സൂപ്പർ കാഴ്ചകളാണ്. ഇത് ശരിക്കും പല രീതിയിൽ അറിയപ്പെടുന്നത് ധർമ്മടം ഐലൻഡ്, ധർമ്മടം ബീച്ച് ഐലൻഡ്, അങ്ങനെ പല രീതിയിലും പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ് ചെറിയ കുട്ടികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി നല്ല രസമുള്ള കാഴ്ചകളാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കാൻ സാധിക്കും ചെറിയ കുട്ടികൾക്ക്. ഇതുണ്ടോ, ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഇങ്ങനെ വരാൻ നല്ല രസമായിട്ട് കുട്ടികൾ ഓരോരുത്തരും വന്ന് കളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ നല്ല രസമാണ്. ഒരുപാട് കാഴ്ചകളും പാർക്കുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വരാം. കടലിൻ്റെ അടുത്തേക്ക് നമുക്ക് പോയിട്ട് വരാം. പോകുന്ന വഴിക്ക് നല്ല അടിപൊളി രസമുള്ള കാഴ്ചകളാണ്. ഒന്നും നമുക്ക് ഒഴിവാക്കാൻ തോന്നുന്നില്ല. ഒരുപാട് കാറ്റാടി മരങ്ങളും അതുപോലെ തന്നെ ചിൽഡ്രൻസിൻ്റെ ഒരു പാർക്കും എല്ലാം ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു വിഷയം. സൂപ്പർ കാഴ്ചകളാണ്. അതുപോലെ തന്നെ നീറ്റാണ്. നമ്മളുടെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലുള്ള ഒരു കാഴ്ചയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കെട്ടിടങ്ങൾ, ഇങ്ങനെ മഴ വീട് എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഭയങ്കര സൗകര്യങ്ങളോടെ കൂടിയിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നേരെ ബീച്ചിലേക്ക് പോയിട്ട് വരാം. ബീച്ച് പോയിന്റ് 1 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോയി നോക്കാം. അവിടെ എന്തൊക്കെയാണുള്ള കാഴ്ചകളെല്ലാം നോക്കിയിട്ട് വരാം. ഇപ്പോൾ ഒരു പാർക്ക് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഇങ്ങനെ കുറേ ആൾക്കാർക്ക് ഇരിക്കാനും ഒക്കെ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വഴിക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മളുടെ ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് വരാം. ഓക്കെ, വളരെ ഗംഭീരമായിട്ടുള്ളൊരു ബീച്ചാണ്. ബീച്ച് നമ്മളിത് ശരിക്കും ഇത് കാപ്പാട് ബീച്ചൊക്കെ ഉള്ള പോലെയാണ് ശരിക്കും ഇതുള്ളത്. ഒരു പാർക്ക്, അതിനോടനുബന്ധിച്ചിട്ട് ഒരു ബീച്ച്. അപ്പോൾ നല്ല രസമുള്ള പോകുന്ന പോക്കൊക്കെ നല്ല വഴിയൊക്കെ നല്ല രസമുണ്ട്. ഇവിടെ ഒരു കപ്പൽ, പഴയ കപ്പൽ വന്ന് അടിഞ്ഞതാണ് തോന്നുന്നുണ്ട്. അതേപോലെ ഒരു കപ്പലിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. ബീച്ച് നല്ല രസമുള്ള കാഴ്ചകളാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ
പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ധർമ്മടം ബീച്ച് ഐലൻഡ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ, ശരിക്കും നമ്മൾ സാമ്പ്രാണിക്കൂടെയൊക്കെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഐലൻഡ്, കുറേ തെങ്ങുകളും ഒരു ചെറിയൊരു പാറയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളുടെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബ്ലോഗ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാണാം. ധർമ്മടം ബീച്ച്, ധർമ്മടം ടൗണിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള ഒരു ബീച്ചാണ്. നല്ല രസമുള്ള കാഴ്ചയാണ്. നേരത്തെ ഞാൻ കവാടമൊക്കെ കാണിച്ച പോലെ തന്നെ നല്ല കാഴ്ചയാണ്. എല്ലാ കാഴ്ചകളും കണ്ട് എൻജോയ് ചെയ്യുക.